ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു 4 മണി പലഹാരമായിട്ട് ഒരു കൈപ്പോള തയ്യാറാക്കാം. അതിനുവേണ്ടി 2 മുട്ടയും 2 സ്ലൈസ് ബ്രെഡും 1/2 കപ്പ് പാലും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ. ഇനി ഇതിലേക്ക് 2 ഏത്തയ്ക്ക ഞാൻ എടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് 2 മീഡിയം സൈസ് ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ ഏത്തയ്ക്ക കഷ്ണങ്ങൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ ഏത്തയ്ക്ക കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ, വെന്ത് പോകാൻ പാടില്ല. പിന്നെ ഞാനൊരു 5 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ചെറിയ പീസുകളാക്കി പൊടിച്ച് എടുക്കണം. തീരെ പൊടിയായി പോകരുത്. നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഈ ബ്രെഡ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ കൈപ്പോള തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ഈ കൂട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. ഇതൊരു 10 മിനിറ്റ് മതി വേകാൻ. ഇത് കരിഞ്ഞു പോകാതെ തീരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം വേവിച്ചെടുക്കാൻ. കാരണം മുട്ടയൊക്കെ ചേർന്നതായതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യണം. പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക കഷ്ണങ്ങൾ ഇതുപോലെ ഇതിൻ്റെ പുറത്ത് വെച്ച് അതും ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. പിന്നെ ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, ശ്രദ്ധിക്കണം. ഏത്തയ്ക്ക കഷ്ണങ്ങളും എല്ലാം നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. 4 മണിക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. നല്ല ഗുണമുള്ളതാണല്ലോ. എല്ലാം ഹെൽത്തിയായ സാധനങ്ങളാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ഇതിൻ്റെ മറു സൈഡ് കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനിയും കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല നല്ല കമൻസുകൾ പറയണം. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.